അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഞ്ഞപ്പിത്തം അധികരിച്ച കാലത്തിലാണ് നമ്മളുള്ളത്. മഞ്ഞപ്പിത്തം അധികരിക്കാൻ കാരണം ഒന്ന്, നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെയാണ്. വെള്ളം മലീമസമായ അവസ്ഥയിലാണ് ഇന്ന് പലയിടത്തും കാണുന്നത്. അതുകൊണ്ട് കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാക്കാൻ നോക്കുക. പൂർണ്ണമായും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. ഒരു ഒറ്റമൂലി ഞാൻ പറയാം. നിങ്ങൾ ചെയ്യേണ്ടത്, കിയാർ നെല്ലി നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടും. കിയാർ നെല്ലി സമൂലം പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കുക. ഒരു ഗോലിയുടെ വലുപ്പത്തിൽ അരച്ചെടുത്ത് അന്ന് കറന്ന പശുവിൻ പാലിൽ, രാവിലെ കറന്നെടുക്കുന്ന പശുവിൻ പാലിൽ മിക്സ് ചെയ്ത് കുടിക്കുക. ഇങ്ങനെ തുടരെ 7 ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം മാറിക്കിട്ടും. അതോടൊപ്പം ഓരോ ദിവസവും മഞ്ഞപ്പിത്ത രോഗികൾക്ക് കുടിക്കാൻ പറ്റുന്ന ജ്യൂസ് ഞാൻ പറയാം. നിങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കുക. അതുപോലെ തന്നെ ധാരാളം കരിക്ക് വെള്ളം കുടിക്കുക. മുന്തിരിപ്പഴം കഴിക്കുക. കൊത്തമല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം ഭക്ഷണത്തിൽ ചില പഥ്യങ്ങൾ പാലിക്കണം. മീൻ, മുട്ട, മാംസം പൂർണ്ണമായും 2 ആഴ്ചത്തേക്ക് നിങ്ങൾ വർജിക്കുക. ദഹിക്കാൻ ലളിതമായ ഭക്ഷണങ്ങൾ കഴിക്കുക. എണ്ണപ്പലഹാരങ്ങൾ, മധുരപ്പലഹാരങ്ങൾ ഒഴിവാക്കുക. തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം രാവിലെ പച്ച വെളിച്ചെണ്ണ തലയിൽ നല്ലവണ്ണം തേച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തേച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ തലയിൽ തണുത്ത വെള്ളം ഒഴിക്കുക. ഇങ്ങനെ തുടരെ ഒരു 7 ദിവസം ചെയ്യണം. ഒരിക്കലും പേടിക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ Li52 എന്ന് പറയുന്ന ഹിമാലയൻ ടോണിക് നിങ്ങൾ കഴിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്തര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായും മഞ്ഞപ്പിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മഞ്ഞപ്പിത്തം കരളിൽ നല്ല പോലെ ബാധിച്ച് പ്രയാസപ്പെടുന്നവർ ഒറ്റമൂലി പ്രയോഗത്തിലേക്ക് കടക്കാതെ നല്ല ഒരു വൈദ്യനെ കണ്ട് അതിനുള്ള ചികിത്സ നടത്തുക. അല്ലെങ്കിൽ കാര്യം വഷളായി പോകും. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.